പാലക്കാട് കൽപ്പാത്തി രഥോത്സവത്തിന്റെ പ്രഭവ കേന്ദ്രമായ മായവരത്തെ ആദരവോടെ സ്മരിച്ച് കൽപ്പാത്തി നിവാസികൾ മായവരം ശ്രീ മയൂരനാഥ ക്ഷേത്രത്തിലും കൽപ്പാത്തി ശ്രീ വിശാലാക്ഷി സമേത ശ്രീ വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിലും ഒരു മാസം നീളുന്ന തീർത്ഥോത്സവം തുടങ്ങിയത് തുലാം 1-നാണ്. തുലാമാസം അവസാനം 10 ദിവസങ്ങളിലായാണ് ബ്രഹ്മോത്സവം എന്നറിയപ്പെടുന്ന രഥോത്സവം. ലോകപ്രശസ്തി നേടിയിട്ടുള്ള കൽപ്പാത്തി രഥോത്സവത്തിന്റെ മാതൃകാസ്ഥാനം മയൂരനാഥപുരം ക്ഷേത്രമാണ്. തമിഴ്നാട്ടിലെ ഈ ദേശത്തിന്റെ ഇന്നത്തെ സ്ഥലപ്പേര് മായവരമെന്ന്. മയൂരനാഥപുരം ക്ഷേത്രത്തിൽ ഐപ്പശി മാസം അവസാന 10 നാളുകളിലായിട്ടാണ് രഥോത്സവം നടന്നിരുന്നത്. അതേ തീയതികളിൽ അതേ രീതികളിൽ തന്നെയാണ് 6 നൂറ്റാണ്ടുകൾക്ക് മുൻപ് കൽപ്പാത്തിയിൽ നിർമ്മിക്കപ്പെട്ട ഗ്രാമക്ഷേത്രങ്ങളിൽ അഗ്രഹാര നിവാസികൾ രഥോത്സവം ആഘോഷിക്കുവാൻ തുടങ്ങിയത്. അത് നൂറ്റാണ്ടുകൾക്ക് ശേഷവും അങ്ങനെ തന്നെ തുടരുന്നു. ചടങ്ങുകളുടെ ഭാഗമായി കൽപ്പാത്തിയിലെ ശ്രീ വിശാലാക്ഷി സമേത ശ്രീ വിശ്വനാഥസ്വാമി ക്ഷേത്രം, മന്ദകര ശ്രീ മഹാഗണപതി ക്ഷേത്രം, പഴയ കൽപ്പാത്തി ശ്രീ ലക്ഷ്മീനാരായണ പെരുമാൾ ക്ഷേത്രം, ചാത്തപുരം ശ്രീ പ്രസന്ന മഹാഗണപതി ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നുള്ള സംയുക്ത രഥോത്സവ പത്രികയുടെ തമിഴ് പരിഭാഷ മായാവരം മയൂരനാഥേശ്വര ക്ഷേത്രത്തിൽ സമർപ്പിച്ച് ക്ഷേത്ര പുരോഹിതരെയും അവിടുത്തെ അഗ്രഹാര നിവാസികളെയും കൽപ്പാത്തി രഥോത്സവത്തിലേക്ക് ക്ഷണിച്ചു. കൽപ്പാത്തി ശിവക്ഷേത്രത്തിലെ ശ്രീ വിശാലാക്ഷി സമേത ശ്രീ വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിലെ, അതുപോലെ ശ്രീ ലക്ഷ്മീനാരായണ പെരുമാൾ ക്ഷേത്രം കൽപ്പാത്തി, പുതിയ കൽപ്പാത്തി ശ്രീ മന്ദക്കരൈ മഹാഗണപതി ക്ഷേത്രം, ചാത്തപുരം ശ്രീ പ്രസന്ന ഗണപതി ക്ഷേത്രം വൈഖാനസ ആരാധനാ രീതിയിലെ ആരാധനകൾ. அப்படி வைஷ்ணவ சம்பிரதாயங்கள் சைவ சம்பிரதாயங்கள் எல்லாம் சமன்வயிச்சுண்டு സംയോജിപ്പിച്ചുണ്ട് നടക്കുന്ന പെരിയ ആരാധന രഥോത്സവം ക്ഷേത്ര ആരാധന. ശിവക്ഷേത്ര മാനേജിംഗ് ട്രസ്റ്റി VK സുജിത് കുമാർ വർമ്മ, മന്ദകര ശ്രീ മഹാഗണപതി ക്ഷേത്രം അധ്യക്ഷൻ KS കൃഷ്ണ, ചാത്തപുരം ശ്രീ പ്രസന്ന ഗണപതി ക്ഷേത്രം കാര്യദർശി CV മുരളി രാമനാഥൻ, ട്രഷറർ AV വാസുദേവൻ, പഴയ കൽപ്പാത്തി ശ്രീ ലക്ഷ്മീനാരായണ പെരുമാൾ ക്ഷേത്രം ട്രസ്റ്റി CV ശ്രീകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘമാണ് മായവരം ക്ഷേത്രം സന്ദർശിച്ചത്. നവംബർ 14, 15, 16 തീയതികളിലാണ് പ്രസിദ്ധമായ കൽപ്പാത്തി തേര്. അമൃത ന്യൂസ്, പാലക്കാട്.